NDA പട്ടാമ്പി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി മനോജ് നാമനിർദ്ദേശ പത്രിക നൽകി. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് പത്രിക സമർപ്പിക്കുവാൻ അഡ്വക്കേറ്റ് പി മനോജ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം എത്തിയത്. തുടർന്ന് പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർ കൂടിയായ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഹേമയ്ക്ക് മുമ്പാകെയാണ് പത്രിക നൽകിയത്. പത്രിക നൽകിയതിനു ശേഷം സത്യവാചകവും ചൊല്ലി. True faith and allegiance to the Constitution of India, as solemnly affirmed by law established, and that I will uphold the sovereignty and integrity of India. BJP ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, മറ്റു നേതാക്കളായ VC സന്തോഷ്, രാജ്കുമാർ, ഗോപി പൂവക്കോട് ഉൾപ്പെടെയുള്ള നേതാക്കളും പത്രിക നൽകുവാൻ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പിയിൽ ഒരു മാറ്റമാണ് NDA ലക്ഷ്യമിടുന്നതെന്നും ഇതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും NDA സ്ഥാനാർത്ഥി P മനോജ് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങള് ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെയും ഭാരതീയ ജനതാ പാർട്ടിയെ വിജയിപ്പിക്കുന്നതിൽ ഇരുമുന്നണികളും ഒന്നിച്ചു ചേർന്നുകൊണ്ട് അതിനെ പ്രതികൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലേക്ക് കടന്നു വരാൻ സമയമായി എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആ മാറ്റമാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിലും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കേരളത്തിലെ ജനങ്ങളിപ്പോ 12 വർഷത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര ഭരണവും കഴിഞ്ഞ 10 വർഷത്തെ പിണറായി സർക്കാരിന്റെ കേരള ഭരണത്തെയും ജനങ്ങളെ താരതമ്യപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇരു സർക്കാരും തമ്മിലുള്ള മാറ്റം ജനങ്ങൾക്കറിയാം. കേന്ദ്രത്തിലെ അഴിമതിരഹിത വികസിത ഭരണം ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിലെ അഴിമതി നിറഞ്ഞ വികസന വിരുദ്ധത അതും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. നമുക്ക് പട്ടാമ്പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പട്ടാമ്പിയിലെ രണ്ട് മുന്നണികളും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അവർ പേരിന് മാത്രമാണ് രണ്ട് മുന്നണികൾ, അവർ ഫലത്തിൽ ഒന്നാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ഒന്നിച്ച് നടന്നവരാണ് ഈ തിരഞ്ഞെടുപ്പിൽ രണ്ടായിട്ട് മത്സരിക്കുന്നത്. അവർ ഒന്നിക്കുന്നതും അവർ ഭിന്നിക്കുന്നതും പട്ടാമ്പിയുടെ വികസനത്തിന് വേണ്ടിയിട്ടല്ല, അത് അവരുടെ വികസനത്തിന് വേണ്ടി മാത്രമാണ്.